ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്താൽ തന്നെ ട്രെയിൻ ചെയ്യപ്പെട്ട അഭ്യസിപ്പിച്ചെടുത്ത ദൈവവേലക്കാരുടെ ദൈവിക നേതാക്കന്മാരുടെ ചില ഗുണങ്ങളെക്കുറിച്ചാണ് 7 കൂട്ടം ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ദൈവത്തിന് ലീഡർഷിപ്പ് ആവശ്യമുണ്ട്. ജനത്തെ യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വന്നത് ദൈവരാജ്യം പണിയുന്നതിന് വേണ്ടിയാണ്. ഈ പണിയുന്നതിന് ആവശ്യമായിരിക്കുന്ന ലീഡർഷിപ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് എഫെസ്യ ലേഖനം 4-12 വാക്യം മുതൽ പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, കർത്താവ് ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ പ്രവാചകന്മാരായും നിയമിച്ചിരിക്കുന്നു. അങ്ങനെ എന്തിനു വേണ്ടിയാണ്? ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്നതിന് വേണ്ടി, അവരെ എല്ലാറ്റിലും സമ്പൂർണ്ണരാക്കി തീർക്കേണ്ടതിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാക്കി വാർത്തെടുക്കുന്നതിന് വേണ്ടി. അതിനാണ് ലീഡർഷിപ്പ്. അങ്ങനെയുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു ബൈബിൾ കോളേജ് 3-4 വർഷം പഠിച്ചല്ലെങ്കിൽ ഒരു PhDയോ MTHോ എടുത്തവരെ കൊണ്ടൊന്നും ഈ യഥാർത്ഥ ദൈവമക്കളെ വാർത്തെടുക്കാൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരും ദൈവത്തോട് പ്രാർത്ഥനയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവത്താൽ അഭിഷക്തരായിരിക്കുന്നവരെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. മറ്റുള്ളതെല്ലാം തന്നെ നമ്മൾ കാണുന്നത് കോളേജ് ലെക്ചറർ പോലെ ഒരു MA വരെ പഠിച്ചു PhD എടുത്തൊരു വ്യക്തിക്ക് കോളേജ് പഠിപ്പിക്കാം. അവരുടെ അക്കാഡമിക് നോളജ് കൊണ്ട് അവർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ പല ചർച്ചുകളും പാസ്റ്റർമാർ PhDയും MTHും BTH ഒക്കെ എടുത്ത് BD ഒക്കെ എടുത്ത് പഠിപ്പിക്കുക. ഇത് ദൈവമായിട്ട് ചിലർക്ക് യാതൊരു കണക്ഷനും ഉള്ളവരല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ യാതൊരു ഗുണഗണങ്ങളും ഇല്ല. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരിയായിരിക്കും. ഇതുപോലെ പറയുന്ന വേലക്കാരാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞത് 2 ക്വാളിഫിക്കേഷനാണ് മെയിനായിട്ട് ദൈവവേലക്കാരെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അവർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരിക്കണം. ഫിലിപ്പിയൻ ലേഖനം 2-5 വാക്യം. രണ്ടാമത്തത്, അവർക്ക് മെയിനായിട്ടുണ്ടായിരിക്കേണ്ടത് അവർക്ക് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം. അപ്പോൾ ഈ 2 കൂട്ടം കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ് ഒരു സഭയെ നയിക്കുന്ന ഒരു പാസ്റ്ററിന്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില വേലക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്താൽ ട്രെയിൻ ചെയ്യപ്പെട്ട ചില വേലക്കാർക്ക് മാത്രമേ, ബൈബിൾ കോളേജ് സെമിനാരിയിലെ ട്രെയിനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിൻ ചെയ്ത വേലക്കാരുടെ സ്വഭാവങ്ങൾ, അത് പഴയ നിയമത്തിലും അങ്ങനെയുള്ള വേലക്കാരുണ്ടായിരുന്നു, അങ്ങനെ നേതാക്കന്മാരുണ്ടായിരുന്നു, ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലുണ്ട്. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത് അഭ്യസിപ്പിച്ച എല്ലാം അങ്ങനെയുള്ള വേലക്കാരെയാണ്. യേശുക്രിസ്തുവിൻ്റെ ഡയറക്റ്റായുള്ള തിരഞ്ഞെടുപ്പാണ്, ഡയറക്റ്റായുള്ള ട്രെയിനിങ്ങാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ ഡയറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പും ഡയറക്റ്റായുള്ള ട്രെയിനിങ്ങുമാണ്. അപ്പോൾ ഒന്നാമത്തെ അവരുടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അഭ്യസിപ്പിക്കപ്പെട്ട വേലക്കാരുടെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, അവർ എല്ലാവരും സ്നേഹിക്കുന്നവരായിരിക്കും. ബൈബിൾ പറയുന്നു, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്നാണ്, ലോകത്തെ മുഴുവൻ സ്നേഹിച്ചെന്ന്. 8.840 കോടി ജനത്തെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സ് അവരുടെ ഹൃദയത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ദൈവം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ബൈബിൾ കോളേജ് സെമിനാരിൽ നിന്നും കിട്ടുന്നതല്ല. എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സതി, അത് ഉയർന്നവനെയും താണവനെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാം സ്നേഹിക്കുന്ന, അവർക്ക് വലിയൊരു ആത്മാവുണ്ടെന്നുള്ള ബോധം അവരുടെ ഉള്ളിലേക്ക് വരിക. കർത്താവ് അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്. രണ്ടാമത്തെ കാര്യം, അവരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അവരെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള മനസ്സ് ഉള്ള ദർശനം ഉണ്ടാകുക. ഏതെല്ലാം അഭിവൃദ്ധിയാണ് അവർക്ക് ആവശ്യം? ആദ്യമായിട്ട് ആത്മീയമായ അഭിവൃദ്ധി. അവരാദ്യമായിട്ട് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അവർ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം, അവർ കർത്താവിനെ പോലെ വളരുന്നവരായിരിക്കണം. ആത്മീയ വളർച്ച, ആത്മീയമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അഭിവൃദ്ധി. രണ്ടാമത്തെ കാര്യം ഫിസിക്കലായിട്ടുള്ളതാണ്. അവരുടെ ഫിസിക്കൽ നന്നായിരിക്കണം, അതിനുള്ള അഭ്യസനം കൊടുക്കണം. അതിന് പറ്റിയ വേലക്കാർ വേണം നമുക്ക്. വേലക്കാരൻ വലിയ പൊണ്ണത്തടിയും കാണുന്നതെല്ലാം വലിച്ച് തിന്നുകയും കാണുന്നതെല്ലാം കുടിക്കുകയും കാണുന്നിടത്തെല്ലാം കയറി കഴിക്കുകയും വണ്ണവും കൂടി കൊളസ്ട്രോളും കൂടി അസുഖവും ബാധിച്ച ഒരു മനുഷ്യനെ എങ്ങനെയാണ് മറ്റുള്ള വിശ്വാസികളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്? എന്ന് പറഞ്ഞാൽ ഒരു ദൈവദാസൻ എന്ന് പറയുന്നത് എല്ലാത്തിനും മാതൃകയായിരിക്കണം. വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നീ മാതൃകയായിരിക്കണം. തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ എല്ലാത്തിനും മാതൃകയായിരിക്കണം. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് വിശ്വാസികളുടെ ആവശ്യമുണ്ട്. അത് സഭയുടെ അസറ്റാണ്.
വിശ്വാസികൾ സിക്കായിക്കുന്ന സഭയ്ക്ക് പ്രയോജനമില്ലല്ലോ, ദൈവരാജ്യത്തിന് പ്രയോജനമില്ലാതായി വരും. മൂന്നാമത്തത്, അവർക്ക് സാമ്പത്തികമായ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. അവർക്ക് സാമ്പത്തികമായി വളർന്നെങ്കിൽ മാത്രമേ ദൈവസഭ വളരത്തുള്ളൂ, ദൈവരാജ്യം വളരത്തുള്ളൂ. അപ്പോൾ സാമ്പത്തികമായി വളരാനുള്ളതായുള്ള പ്രോത്സാഹനം അവർക്ക് കൊടുക്കണം, ബിസിനസ് സ്ഥാപിക്കാൻ, നല്ല ജോലി കണ്ടെത്താൻ. അടുത്തത്, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കാര്യങ്ങൾ സഭയിലുണ്ടായിരിക്കണം. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കാനുള്ള അവസരങ്ങൾ, ഇതെല്ലാം സഭയ്ക്കൂടെ നടക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കൾച്ചറില്ലാത്തവർ കൾച്ചർ പഠിപ്പിക്കുക, സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവരെ സോഷ്യലി ഫോർവേഡായിട്ട് കൊണ്ടുവരാനായിട്ട് അതിനുള്ള പഠനം കൊടുക്കുക, ഹൈജീൻ ഇല്ലാത്തവർ ഹൈജീൻ പഠിപ്പിക്കുക, ക്ലീൻനെസ് ഇല്ലാത്തവർ ക്ലീനിങ് പഠിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇതെല്ലാം സഭയ്ക്ക് ആവശ്യമാണ്. മൊറാലിറ്റി എന്താണെന്ന് പഠിപ്പിക്കുക, എന്താണ് ഫാമിലി ലൈഫ് എന്ന് പഠിപ്പിക്കുക, എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക. ഇതെല്ലാം സഭയിൽ കൂടെ നടക്കേണ്ട കാര്യങ്ങൾ. അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ചിന്ത ഒരു യഥാർത്ഥ ദൈവകൃതയുള്ള ദൈവദാസൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, അവരുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ട് റിസ്റ്റോർ ചെയ്യണമെന്നുള്ള. ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റഡ് ആണെങ്കിൽ, ആൽക്കഹോളിക് ആണെങ്കിൽ, പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ, ഇവരെയൊക്കെ എങ്ങനെ ഇതിൽ നിന്നകത്ത് ഉദ്ധരിക്കണമെന്നുള്ളൊരു റിസ്റ്റോർ ചെയ്യണമെന്നുള്ള മനസ്ഥിതി അവരുടെ ഹൃദയത്തിലേക്കുണ്ടാകും, ദൈവിക ഹൃദയം. പാവപ്പെട്ടവനാണെങ്കിൽ അവനെ എങ്ങനെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും എന്നുള്ള ചിന്ത ഉണ്ടാകുക. ഇതെല്ലാം ഒരു ദൈവവേലക്കാരനുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് കർത്താവിനാൽ ട്രെയിൻ ചെയ്ത വേലക്കാർക്ക് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ. നാലാമത്തെ കാര്യം, അവർക്ക് എല്ലാ ഇടകളിൽ നിന്നും വേലക്കാരെ എടുക്കാനുള്ളൊരു മനസ്ഥിതി അവർക്കുണ്ടാവും. കാരണം അവർക്കറിയാം, അവർക്ക് തന്നെ ഈ ലോകത്തെ സുശേഷിക്കാൻ കഴിയത്തില്ല, ഒരു ഗ്രാമത്തെ സുശേഷിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ തന്നെ വേലക്കാർ പല ജാതിയിൽ നിന്നും വർഗത്തിൽ നിന്നും ഉള്ളവരെ വാർത്തെടുക്കാനുള്ളൊരു മനസ്ഥിതി അദ്ദേഹത്തിനുണ്ടാവും. അതാണ് കർത്താവ് ചെയ്തത്. വേലക്കാരെ ആദ്യമായിട്ട് കർത്താവ് ചെയ്തത് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്തത് വേലക്കാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്, ശിഷ്യന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ലോകത്തെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ യഥാർത്ഥ ലീഡർഷിപ്പിനെ കൊണ്ട് മാത്രമേ, സ്പിരിച്വൽ ലീഡർഷിപ്പിനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് സ്പിരിച്വൽ ലീഡേഴ്സിന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, കർത്താവിന് മനസ്സുള്ളവരായിരിക്കണം. അവർക്ക് എല്ലാ റേസിൽ നിന്നും വിലക്കാരെ എഴുന്നേൽപ്പിക്കണം എന്നുള്ള ചിന്തയുണ്ടാകും. എങ്കിൽ ആ റേസിനെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നല്ല ശിഷ്യന്മാരാക്കി വാർത്തെടുക്കാൻ കഴിയുള്ളൂ. എല്ലാ കളറിലുള്ളവരെയും, കറുത്തവനായിരുന്നാലും വെളുത്തവനായിരുന്നാലും ബ്രൗൺ ആയിരുന്നാലും യെല്ലോ ആയിരുന്നാലും അവനെ നമ്മൾ അവരുടെ ഇടയിൽ നിന്നും വേലക്കാരെ വാർത്തെടുക്കുക, അവരുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചിന്തയുണ്ടാകുക. പലതരത്തിലുള്ള സാമ്പത്തിക നിലവാരമുള്ള പണക്കാരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള വേലക്കാരെ വാർത്തെടുക്കുക, പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള വേലക്കാരെ വാർത്തെടുക്കുക. അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഇങ്ങനെയുള്ള വേലക്കാർക്ക്, ദൈവത്താൽ ട്രെയിൻ ചെയ്യപ്പെട്ട വേലക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സോഷ്യലായിട്ട് ബാക്കിയായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസിൽ, വിവിധ സോഷ്യൽ സ്റ്റാറ്റസിലുള്ളവരുടെ ഇടയിൽ നിന്നും വേലക്കാരെ വാർത്തെടുക്കുക. അത് ഉയർന്നവരായിരുന്നാലും താണവനായിരുന്നാലും വേലക്കാരെ എല്ലാം വാർത്തെടുക്കുക. എഡ്യൂക്കേഷൻ സ്റ്റാറ്റസുള്ള, വിവിധ തരത്തിലുള്ള എഡ്യൂക്കേഷൻ സ്റ്റാറ്റസുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്നും വേലക്കാരെ വാർത്തെടുക്കുക. വിവിധ കാസ്റ്റിലുള്ള, വിവിധ ജാതിയിലുള്ളവരിൽ നിന്ന് വേലക്കാരെ വാർത്തെടുക്കുക. വിവിധ ക്രീഡിൽ നിന്നുള്ളവരെ വേലക്കാരായി വാർത്തെടുക്കുക. ഭാഷയിൽ നിന്നുള്ളവരെ, അതുപോലെ തന്നെ ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ളവരെ, ബാക്ക്വേർഡ് ആയിട്ടുള്ളവരുടെ ഇടയിൽ നിന്ന് വേലക്കാരെ വാർത്തെടുക്കുക. അപ്പർ ക്ലാസ്സിൽ നിന്ന്, ഉയർന്ന ക്ലാസ്സിലുള്ളവരിൽ നിന്ന് വേലക്കാരെ വാർത്തെടുക്കുക. ലോവർ ക്ലാസ്സിൻ്റെ ഇടയിൽ നിന്ന് വേലക്കാരെ വാർത്തെടുക്കുക. മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ നിന്ന് വേലക്കാരെ വാർത്തെടുക്കുക. ഓരോ ഗ്രാമത്തിൽ നിന്നും വേലക്കാരെ വാർത്തെടുക്കുക. ഓരോ സിറ്റിയിൽ നിന്നും വേലക്കാരെ വാർത്തെടുക്കുക. ഇങ്ങനെ വേലക്കാരെക്കുറിച്ചുള്ള ചിന്ത അവരെ ഭരിക്കും. കാരണം ഈ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി വേലക്കാരില്ലാതെ അങ്ങനെ സാധിക്കും. അതിനാണ് കർത്താവ് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-37 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന, ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റിയസ് ബട്ട് ലേബറേഴ്സ് ആർ ഫ്യൂ, പ്രേ ടു ദ ഫാദർ ഓഫ് ഹാർവെസ്റ്റ് ടു സെൻഡ് ഫോർത്ത് ലേബറേഴ്സ്. കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാർക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്? ഇടയില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നവരുമായി താൻ ദേശത്തെ കണ്ടതുകൊണ്ടാണ്. അഞ്ചാമത്തെ കാര്യം, ഇങ്ങനെയുള്ള വേലക്കാർക്ക് അവർ കഷ്ടത ഏറ്റെടുക്കുന്നവരായിരിക്കും. അവർക്ക് ഹ്യൂമിലിയേറ്റ് ചെയ്താലോ, അവരെ റെഡിക്കുൾ ചെയ്താലോ, അവരെ കൊച്ചാക്കിയാലോ, അവരെ ജാതി കൊണ്ട് അധിക്ഷേപിച്ചാലോ, അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്താലോ ഒന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം അവർ ദൈവത്തിൻ്റെ വേല ചെയ്യാമെന്ന് പൂർണ്ണ ബോധമുള്ളത് കൊണ്ട് അവരേത് കഷ്ടപ്പാടും ഏറ്റെടുക്കാൻ, ഇവൻ രക്തസാക്ഷികളായി മരിക്കാൻ പോലും അവർ തയ്യാറാണെന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, അവർക്ക് ദൈവരാജ്യം പണിയെന്നുള്ള വിഷൻ, ഒരു ദർശനം അവർക്കുണ്ട്. അതിൽ അവർക്ക് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദർശനം ഉണ്ടാകും, സഭ പണിയെന്നുള്ള ദർശനം ഉണ്ടാകും, വേലക്കാരെ വാർത്തെടുക്കണമെന്നുള്ള ദർശനം ഉണ്ടാകും. ഇങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, ദൈവരാജ്യം പണിയെന്നുള്ള ചിന്ത കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞവരായിരിക്കും.
അടുത്തത് ഏഴാമത്തെ കാര്യം, അവർക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കും. ക്രിസ്തുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളാലും അവർ നിറഞ്ഞു വരുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കർത്താവിൻ്റെ സഭയെ നയിക്കേണ്ടത്. അങ്ങനെയുള്ളവരെ ആണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്താൽ ട്രെയിൻ ചെയ്യിക്കപ്പെട്ട വേലക്കാർ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ബൈബിൾ കോളേജ് സെമിനാരിൽ നിന്നും ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകത്തില്ല. അതിന് ഞാൻ എതിരല്ല. അത് അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ടാണ്, പ്രൈം ക്വാളിഫിക്കേഷൻ ഈ കാര്യങ്ങളാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്താൽ ട്രെയിൻ ചെയ്യപ്പെട്ട വേലക്കാർ. നമുക്ക് പഴയ നിയമത്തിലെടുത്താൽ ആരൊക്കെയാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാർ? ലീഡേഴ്സ്. അബ്രഹാം ഒരു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരനായിരുന്നു, ഒരു സ്പിരിച്വൽ ലീഡറായിരുന്നു. യാക്കോബ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് തന്നെ ട്രെയിൻ ചെയ്തത്. ലാബാൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെ 20 വർഷം ട്രെയിൻ ചെയ്തതുകൊണ്ടാണ്. ജോസഫ് തനിക്കൊരു 13 വർഷത്തോളം തന്നെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. മോശയെ 80 വർഷത്തോളം ട്രെയിൻ ചെയ്തു. 2 തരത്തിലുള്ള വേലക്കാരാണ് മെയിനായിട്ട്. ഒന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ ട്രെയിൻ ചെയ്യപ്പെട്ട വേലക്കാർ. മോശ അതിന് ഉദാഹരണമാണ്. യോശുവ എന്നാൽ മോശയുടെ കീഴിൽ മോശ ട്രെയിൻ ചെയ്ത വേലക്കാരനാണ്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ട്രെയിൻ ചെയ്ത വേലക്കാരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ട്രെയിൻ ചെയ്യപ്പെട്ട വേലക്കാരും. അതിനാണ് ജോഷുവയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അപ്പോസ്തല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പോൾ ദൈവത്താൽ ട്രെയിൻ ചെയ്യപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരനാണ്. എന്നാൽ തിമത്തിയസും ടൈറ്റസും തീത്തോസും ഫിലമോനും ഒക്കെ അപ്പോസ്തലൻ പൗലോസിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അഭ്യസിപ്പിച്ചെടുത്ത വേലക്കാരാണ്. പഴയ നിയമത്തിൽ അനേക വേലക്കാരുണ്ട്. ദാവീദ് രാജാവാണെങ്കിലും ദൈവത്താൽ എടുക്കപ്പെട്ട ഒരു രാജാവായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട. അതുപോലെ തന്നെ നെഹമ്യാവ്, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അഭ്യസിപ്പിച്ചെടുത്തവരാണ്. യെരമ്യാവ് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നീ എന്നെ കണ്ടെന്നാണ്, ഞാൻ നിന്നെ കണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അവിടെ വെച്ച് തന്നെ മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒരു പ്രവാചകനായി കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്താൽ വലുതായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവവേലക്കാരും ചെറുപ്രായത്തിൽ തന്നെ അവരെ ദൈവം അഭ്യസിപ്പിച്ചെടുക്കുന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി വലുതായി പ്രയോഗിക്കാൻ. അല്ലാത്തവർ ഇവാഞ്ചലിസ്റ്റായിട്ടോ ഒക്കെ ഇടയ്ക്ക് 10-40 വർഷമൊക്കെ കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട് അതിനൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇവാഞ്ചലിസ്റ്റായി പ്രവർത്തിക്കാം. പക്ഷേ ദൈവസഭയെ നയിക്കുന്നതിന് വേണ്ടിയുള്ള യഥാർത്ഥ വേലക്കാർ ചെറുപ്പം മുതലേ അഭ്യസിപ്പിച്ചെടുത്ത വളരെ പക്വതയും പാകതയുള്ള ദൈവത്തിൻ്റെ ഹൃദയമുള്ള വേലക്കാരായിരിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുക്രിസ്തുവിനാൽ അഭ്യസിപ്പിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈ പരിശുദ്ധാത്മാവാൽ നടത്തപ്പെട്ടതുമായ വേലക്കാരാണ്, അപ്പോസ്തലന്മാരാണ് നമുക്കുണ്ടായിരുന്നത്. പിന്നെ പൗലോസ്ലിഹായെ സംബന്ധിച്ചോളം ദൈവത്താൽ നേരിട്ട് അഭ്യസനം നടത്തിയ വേലക്കാരനാണ്. ഇത്രയും കാര്യങ്ങളാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭ്യസനം പ്രാപിച്ച വേലക്കാർക്കുള്ള യോഗ്യതകൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തു സ്നേഹിക്കുന്നത് പോലെ. താങ്ക് യു.